ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ പുനഃപരിശോധിക്കണമെന്നുള്ള RSS നിലപാടിനോട് യോജിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ആമുഖം ഭരണഘടനയുടെ ആത്മാവാണ്. ആമുഖത്തിൽ മാറ്റം വരുത്തിയത് ഭരണഘടനാ ശില്പികളോടുള്ള വഞ്ചനയാണെന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞു. അംബേദ്കറുടെ സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ വാക്കുകൾ പുനഃപരിശോധിക്കണമെന്ന RSS നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ സംസാരിച്ചത്. ഏതൊരു ഭരണഘടനയുടെയും ആത്മാവാണ് ആമുഖം. ആമുഖത്തിലെ ദർശനങ്ങളിലൂന്നിയാണ് ഭരണഘടന വളരേണ്ടതും വായിക്കേണ്ടതും. എന്നാൽ ആ ദർശനങ്ങൾ ചവിട്ടിമെതിച്ചുകൊണ്ടാണ് 1976 അടിയന്തരാവസ്ഥ കാലത്ത് ആമുഖത്തിൽ മാറ്റം വരുത്തിയത്. അത് BR അംബേദ്കർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ ശില്പികളോടുള്ള വഞ്ചനയാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. Nobody's constitution's preamble has undergone change. And why? Preamble is not changeable. Preamble is not alterable. Preamble is the basis on which Constitution has grown. Preamble is the seed of the Constitution. It is soul of the Constitution. But this preamble for Bharat was changed by 42nd Constitutional Amendment Act of 1976, adding words socialist, secular and integrity. ഭാരതമൊഴികെ മറ്റൊരു രാജ്യത്തിന്റെയും ഭരണഘടനയുടെ ആമുഖം മാറ്റത്തിന് വിധേയമായിട്ടില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗൗരവമേറിയ ചർച്ചകളിലൂടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ച ആമുഖമാണ് ഒരു ഔചിത്യബോധവുമില്ലാതെ മാറ്റം വരുത്തിയതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഭരണഘടനയുടെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായിരുന്നു അടിയന്തരാവസ്ഥയെന്നും ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. ജനം, ഡൽഹി.